കടലിനടിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ചില മഹാനഗരങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ജീവികൾക്ക് അഭയം നൽകുന്ന, നമ്മുടെ കരയെ കൊടുങ്കാറ്റിൽ നിന്നൊക്കെ കാക്കുന്ന ഭീമാകാരമായ നിർമ്മിതികൾ. പക്ഷേ ഇന്ന് ഈ നഗരങ്ങൾ നിശബ്ദമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ നഗരങ്ങൾ? ആരാണവ നിർമ്മിച്ചത്? എന്തുകൊണ്ടാണവ അപകടത്തിലായിരിക്കുന്നത്? കോവളത്തെ ബോണ്ട് സഫാരിയുടെ ഒരു അവതരണമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇന്ന് നമ്മൾ ആ കഥയിലേക്കാണൊന്ന് ഊളിയിടുന്നത്. വളരെ നല്ലൊരു തുടക്കം. കാരണം ഇതൊരു കഥ തന്നെയാണ്. കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു കഥ. അതെ. ഈ കഥ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങണം. പലപ്പോഴും ആളുകൾക്ക് തെറ്റുപറ്റുന്നൊരിടം. ഈ നഗരവും അത് നിർമ്മിച്ച ശില്പികളും രണ്ടും രണ്ടാണ്. അതായത് പവിഴവും പവിഴപ്പുറ്റുവും ഒന്നല്ല. ശരി, അവിടെ തന്നെ തുടങ്ങാം. പവിഴപ്പുറ്റുകളെ ഒരു നഗരമായിട്ടാണ് ഈ രേഖയിൽ ഉപമിച്ചിരിക്കുന്നത്. അപ്പോ പവിഴങ്ങളെന്ന് പറയുന്നത് അവിടുത്തെ താമസക്കാരാണോ, അതോ ആ നഗരമുണ്ടാക്കിയ എഞ്ചിനീയർമാരാണോ? എന്താണ് ആ വ്യത്യാസം? രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ ശരി. പവിഴങ്ങൾ അഥവാ കോളൽസ് എന്ന് പറയുന്നത് പോളിപ്പുകൾ എന്ന് വിളിക്കുന്ന കുഞ്ഞൻ ജീവികളാണ്. പോളിപ്പുകൾ? അതെ. കാണാനൊരു ചെറിയ പൂ പോലെയിരിക്കും. ഇവ മൃഗങ്ങളാണ്. ഈ കുഞ്ഞൻ ജീവികളാണ് ശില്പികൾ. ഓക്കെ. ഇനി പവിഴപ്പുറ്റ് അഥവാ റീഫ് എന്നു പറയുന്നത് ഈ കുഞ്ഞൻ ശില്പികൾ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് നിർമ്മിച്ച അഭീമാകാരമായ നഗരമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ? അതെ. സംഭവം സിമ്പിളാണ്. ഈ പവിഴങ്ങൾ മാത്രമല്ല, ചിലതരം ആൽഗകളും കക്കകളുമൊക്കെ അവയുടെ ശരീരത്തിൽ നിന്ന് കാൽഷ്യം കാർബണേറ്റ് പുറത്തുവിടും. ചുണ്ണാമ്പുകല്ല് പോലെ? അതെ, ചുണ്ണാമ്പുകല്ല് പോലൊരു സാധനം. ഇങ്ങനെ ലക്ഷക്കണക്കിന് ജീവികൾ തലമുറകളായി ഇത് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്ന ഈ പർവ്വതസമാനമായ പവിഴപ്പുറ്റുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവയെ ബയോജെനിക് എന്നു പറയുന്നത്. ബയോജെനിക്, അതായത് ജീവികളാൽ നിർമ്മിതമായത്. അതെ. അപ്പോ ഒരൊറ്റ കുഞ്ഞൻ ജീവി തുടങ്ങിവെക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി തലമുറകൾ കൈമാറി ഒരു മഹാനഗരമായി മാറുന്നു. ശരിക്കും അവിശ്വസനീയം. അപ്പോ ഈ നഗരങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക രൂപകൽപ്പനയൊക്കെയുണ്ടോ? തീർച്ചയായും കൃത്യമായ രൂപകൽപ്പനയുണ്ട്. അതോ കാണുന്നിടത്തെല്ലാം അവരിങ്ങനെ വീട് വെച്ചു പോവുകയാണോ? അല്ലല്ല. തീരവുമായുള്ള അവയുടെ ബന്ധം വെച്ച് പ്രധാനമായും 3 തരം നഗരാസൂത്രണ രീതികൾ നമുക്ക് കാണാം. ഓക്കെ. അപ്പോ ഒന്നാമത്തത് ഫ്രിഞ്ചിംഗ് റീഫുകൾ. പേര് കേൾക്കുമ്പോൾ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന എന്തോ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതെ, ഷോർലൈൻ ഹഗ്ഗേഴ്സ് എന്നൊരു വിളിപ്പേരുണ്ട് ഇവയ്ക്ക്. തീരത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നവർ. ഇവ കരയിൽ നിന്ന് നേരിട്ട് കടലിലേക്ക് വളർന്നിറങ്ങുന്നവയാണ്. ഇവയെയും കരയെയും തമ്മിൽ വേർതിരിക്കാൻ ആഴമുള്ള കായലുകളൊന്നും ഉണ്ടാകില്ല. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്നതും ഇതാണ്. ഞാൻ ഒരിക്കലോ ആൻഡമാനിൽ സ്നോർക്കലിംഗ് ചെയ്തപ്പോൾ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട്. കരയിൽ നിന്ന് വെള്ളത്തിലേക്കിറങ്ങി മുഖം താഴ്ത്തിയതും കണ്ടത് ശരിക്കും വേറൊരു ലോകമാണ്. കാലിനടിയിൽ തൊട്ട് തുടങ്ങുകയാണ് ആ വർണ്ണങ്ങളുടെ ലോകം. ആയിരക്കണക്കിന് മീനുകൾ നമ്മുടെ ചുറ്റും വന്ന് നീന്തുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോ അതാണ് ഫ്രിഞ്ചിംഗ് റീഫ്. കൃത്യമായി. കരയിൽ നിന്ന് എളുപ്പത്തിൽ എത്താൻ കഴിയുന്നതുകൊണ്ട് ടൂറിസത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്നതും ഈ ഫ്രിഞ്ചിംഗ് റീഫുകളാണ്. ശരി. അടുത്തത് ബാരിയർ റീഫുകൾ. ഒരു പ്രതിരോധം തീർക്കുന്ന മതില് പോലെയാണോ ഇത്? അതെ, പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവ തീരത്തിനൊരു സംരക്ഷണ ഭിത്തി പോലെയാണ്. ഇവ തീരത്തിന് സമാന്തരമായി എന്നാൽ കുറച്ചുകൂടി ദൂരെ ആഴക്കടലിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. ഇവയ്ക്കും കരയ്ക്കും ഇടയിൽ ആഴമേറിയതും വിശാലവുമായ ഒരു കായലുണ്ടാകും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഇവ ജലോപരിതലം വരെ ഉയർന്നു നിൽക്കും. അങ്ങനെ വലിയ തിരമാലകളെ തടയുന്ന ഒരു സ്വാഭാവിക മതിൽ പോലെ ഇവ പ്രവർത്തിക്കുന്നു. ഒരു മിനിറ്റ്, അവിടെ ഒരു സംശയം. ഈ മതിൽ എന്ന് പറയുമ്പോൾ അതൊരു ഉറച്ച ഘടനയാണോ, അതോ അതിനിടയിലൂടെ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ കഴിയുമോ? കാരണം അതിനകത്തുള്ള കായലിലെ വെള്ളം കെട്ടിക്കിടക്കരുതല്ലോ. വളരെ നല്ല ചോദ്യം. അതൊരു കോൺക്രീറ്റ് ഭിത്തിയല്ല. ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വിടവുകളുള്ള ഒരു ഘടനയാണത്. തിരമാലകളുടെ ഊർജത്തെ അത് തടഞ്ഞു നിർത്തും, പക്ഷേ വെള്ളത്തിന്റെ ഒഴുക്കിന് പൂർണ്ണമായി തടയില്ല. ഓക്കേ, മനസ്സിലായി. അതുകൊണ്ട് കായലിലെ വെള്ളം ശുദ്ധമായി നിലനിൽക്കും. ഇതിന് ഏറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫ്. ഗ്രേറ്റ് ബാരിയർ റീഫ്? അതെ.
ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള ഘടനയാണത്. ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ പോലും കാണാൻ കഴിയുന്നത്ര വലുപ്പമുണ്ട് ആ പവിഴപ്പുറ്റുകളുടെ ശൃംഖലയ്ക്ക്. ബഹിരാകാശത്തുനിന്ന് കാണാൻ കഴിയുന്ന ഒരു ജീവനുള്ള നഗരം. അടുത്തത് അറ്റോൾ. ചിത്രങ്ങളിലൊക്കെ കാണുന്ന അതിമനോഹരമായ ഒരു രൂപമാണിത്. ഒരു നീല തടാകത്തിനു ചുറ്റും ഒരു മോതിരം പോലെ കാണുന്ന പവിഴപ്പുറ്റുകൾ. അതെ, ഇവയുടെ രൂപീകരണം ഒരു അത്ഭുതകരമായ പ്രക്രിയയാണ്. ശരിക്കും പറഞ്ഞാല് പണ്ട് കടലിനടിയിലുണ്ടായിരുന്ന ഒരു അഗ്നിപർവ്വത ദ്വീപിന്റെ ഓർമ്മക്കുറിപ്പാണിത്. അതെങ്ങനെയാണ്? ഒരു അഗ്നിപർവ്വത ദ്വീപ് പതിയെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കടലിനടിയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ അതിനു ചുറ്റും വളർന്നിരുന്ന ഫ്രിഞ്ചിംഗ് റീഫിലെ പവിഴങ്ങൾ വെളിച്ചം കിട്ടാൻ വേണ്ടി മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. കാരണം പവിഴങ്ങൾക്ക് ജീവിക്കാൻ സൂര്യപ്രകാശം വേണം. ശരി. അവസാനം ദ്വീപ് പൂർണ്ണമായും കടലിനടിയിലാകും. പക്ഷേ അതിനു ചുറ്റും വളർന്ന പവിഴപ്പുറ്റ് ഒരു വലയം പോലെ അവശേഷിക്കും. ആ വലയത്തിനകത്ത് ശാന്തമായ ഒരു കായലും രൂപപ്പെടും. അപ്പോൾ നമ്മൾ കാണുന്ന ലക്ഷദ്വീപിലെയും മാലിദ്വീപിലെയും ആ മനോഹരമായ വലയങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കാലത്തവിടെയുണ്ടായിരുന്ന ഒരു പർവ്വതത്തിനു ചുറ്റുമുള്ള പവിഴപ്പുറ്റുകളുടെ സ്മാരകങ്ങളാണ്. ഒരു ദ്വീപിന്റെ പ്രേതമെന്ന് പറയാമോ? ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. ആ ദ്വീപ് പോയി, പക്ഷേ അത് സൃഷ്ടിച്ച ആവാസ വ്യവസ്ഥ പുതിയ രൂപത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഈ 3 തരം പവിഴപ്പുറ്റുകളും അവയുടെ രൂപം എന്തുതന്നെയായാലും ഒരുപാട് ജീവികളുടെ ഒരു ആവാസകേന്ദ്രം കൂടിയാണല്ലേ? അതുകൊണ്ടാണോ ഇവയെ കടലിലെ മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത്? തീർച്ചയായും. ആ ഒരു താരതമ്യം കേൾക്കുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം ഊഹിക്കാം. അതെ, ആ താരതമ്യം ഒട്ടും അതിശോക്തിയല്ല. കരയിലെ മഴക്കാടുകൾക്ക് എന്ത് പ്രാധാന്യമാണോ ഉള്ളത്, അതേ പ്രാധാന്യമാണ് കടലിൽ പവിഴപ്പുറ്റുകൾക്കുള്ളത്. അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ജൈവവൈവിധ്യം. ഈ കണക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഓഹോ. പവിഴപ്പുറ്റുകൾ കടൽത്തട്ടിന്റെ 1% താഴെ മാത്രമേ ഉള്ളൂ. 1% മാത്രം? അതെ, വെറും 1%. പക്ഷേ ലോകത്തിലെ 25%-ലധികം സമുദ്രജീവികളും തങ്ങളുടെ ജീവിതചക്രത്തിൽ എപ്പോഴെങ്കിലും ഈ പവിഴപ്പുറ്റുകളെ ആശ്രയിക്കുന്നു. 25%? അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെറും 1% സ്ഥലത്ത് കടലിലെ 4-1 ജീവികളും താമസിക്കുന്നുവെന്ന് പറഞ്ഞാൽ അവിടത്തെ ജനസാന്ദ്രത ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെ, അതാണിതിലെ മാജിക്. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു കല്ലുപോലെയല്ലേ ഇരിക്കുന്നത്? ഇത്രയധികം ജീവികൾക്ക് ഒളിക്കാനും താമസിക്കാനും മാത്രം എന്ത് സൗകര്യമാണ് ഇതിനകത്തുള്ളത്? പുറമേ നിന്ന് കാണുന്ന പോലെയല്ല അതിന്റെ ഉൾവശം. ആയിരക്കണക്കിന് ഗുഹകളും വിടവുകളും തുരങ്കങ്ങളും നിറഞ്ഞ ഒരു സങ്കീർണമായ നിർമ്മാണമാണത്. ഓക്കേ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാരണം ഇവ ഒരു നഴ്സറിയായി പ്രവർത്തിക്കുന്നു എന്നതാണ്. നഴ്സറിയോ? അതെ, വലിയ മത്സ്യങ്ങളുടെയും സ്രാവുകളുടെയും ഒക്കെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വളരാൻ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ഇതിനേക്കാൾ സുരക്ഷിതമായ ഒരിടം വേറെയില്ല. ഇവിടെ വളർന്നു വലുതായ ശേഷമാണ് അവ തുറന്ന സമുദ്രത്തിലേക്ക് പോകുന്നത്. അപ്പോ കടലിലെ മത്സ്യസമ്പത്തിന്റെ നിലനിൽപ്പിന് ഈ നഴ്സറികൾ അത്യാവശ്യമാണ്. തീർച്ചയായും. അപ്പോൾ ഇതൊരു നഴ്സറി സ്കൂളും റെസിഡൻഷ്യൽ കോളനിയും ഒക്കെയാണ്. മൂന്നാമത്തെ കാരണമായി ഇവിടെ പറയുന്നത് പോഷകങ്ങളുടെ പുനഃചംക്രമണത്തെക്കുറിച്ചാണ്. അതെന്താണ്? സാധാരണയായി ഉഷ്ണമേഖലാ സമുദ്രജലത്തിൽ പോഷകങ്ങൾ വളരെ കുറവായിരിക്കും. ഒരുതരം മരുഭൂമി പോലെയാണ്. എന്നാൽ പവിഴപ്പുറ്റുകൾ ഒരു മരുപച്ച പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് ഈ സാഹചര്യത്തിലും ഊർജവും പോഷകങ്ങളും വളരെ കാര്യക്ഷമമായി സംഭരിച്ചുവെക്കാനും പുനരുപയോഗിക്കാനും കഴിയും. അത്ഭുതം തന്നെ. പവിഴങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്ന സൂസാൻഥെലെ എന്ന ആൽഗകളാണ് ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. അതുകൊണ്ടാണ് പോഷകം കുറഞ്ഞ വെള്ളത്തിലും ഇത്രയധികം ജീവികളെ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോ മഴക്കാടുകൾ കരയിൽ ചെയ്യുന്ന അതേ ജോലിയാണ് പവിഴപ്പുറ്റുകൾ കടലിൽ ചെയ്യുന്നത്. അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. കൊള്ളാം. അപ്പോ കടലിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഇവയ്ക്ക് വലിയൊരു പങ്കുണ്ട്. പക്ഷെ കരയിലിരിക്കുന്ന നമ്മൾ, കടലിൽ പോകാത്ത സാധാരണക്കാർ, എന്തിനിതിനെക്കുറിച്ച് ഇത്രയധികം വേവലാതിപ്പെടണം? ഈ കടലിനടിയിലെ നഗരങ്ങൾ തകർന്നാൽ നമ്മുടെ തീരത്തെ വീടുകൾക്ക് എന്ത് സംഭവിക്കും? വളരെ നേരിട്ട് തന്നെ ബാധിക്കും. അതിലേറ്റവും പ്രധാനം കാലാവസ്ഥയും തീരസംരക്ഷണവുമാണ്. ഓക്കേ. ആരോഗ്യകരമായ ഒരു പവിഴപ്പുറ്റിന് അതിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകളുടെ 97% ഊർജവും വലിച്ചെടുക്കാൻ കഴിയും. 97%? അതെ, 97%. ഇതൊരു സ്വാഭാവിക തിരഭിത്തി അഥവാ ബ്രേക്ക് വാട്ടറായി പ്രവർത്തിക്കുന്നു.
ഇത് നമ്മുടെ തീരങ്ങളെ മണ്ണൊലിപ്പിൽ നിന്നും കൊടുങ്കാറ്റുകളിൽ നിന്നും എന്തിന് സുനാമിയിൽ നിന്ന് പോലും സംരക്ഷിക്കുന്നു. അതൊന്ന് ആലോചിച്ചു നോക്കൂ. കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടുന്ന ഭിത്തികൾ തിരയടിക്കുമ്പോൾ പൊഴിഞ്ഞു പോവുകയോ ബലം കുറയുകയോ ആണ് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു ജീവനുള്ള ഭിത്തിയാണ്. ഇതിന് സ്വയം കേടുപാടുകൾ തീർക്കാൻ കഴിയും, തിരയുടെ ശക്തിക്കനുസരിച്ച് കാലക്രമേണ വളരാൻ കഴിയും. ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയല്ലേ ഇത്? ഒരു സംശയവുമില്ല. പ്രകൃതിയുടെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് മാതൃകകളിലൊന്നാണിത്. അതുമാത്രമല്ല, പിന്നെന്താണ്? അവയുടെ കാൽഷ്യം കാർബണേറ്റ് അസ്ഥികൂടങ്ങളിൽ വലിയ അളവിൽ കാർബൺ സംഭരിച്ചു വെക്കുന്നുണ്ട്. ഇത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും അവയ്ക്കൊരു പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ സൗജന്യമായി സംരക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലും ഈ പവിഴപ്പുറ്റുകൾക്ക് വലിയൊരു പങ്കുണ്ടല്ലേ? ഈ രേഖയിൽ ബ്ലൂ ഇക്കോണമി എന്നൊരു വാക്ക് കാണുന്നുണ്ട്. അതെ, ബ്ലൂ ഇക്കോണമി അഥവാ സമുദ്രവിഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ്വ്യവസ്ഥയിൽ പവിഴപ്പുറ്റുകളുടെ പങ്ക് വളരെ വലുതാണ്. ഉദാഹരണത്തിന്, ആഗോളതലത്തിൽ പ്രതിവർഷം $36 ബില്യൺ, അതായത് ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ വരുമാനം ടൂറിസം മേഖലയിൽ നിന്നും മാത്രം ലഭിക്കുന്നുണ്ട്. അത്രയധികമോ? അതെ, ഡൈവിംഗ്, സ്നോർക്കെലിംഗ് പോലുള്ള വിനോദങ്ങൾ പൂർണ്ണമായും പവിഴപ്പുറ്റുകളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ലക്ഷദ്വീപും ആൻഡമാനും മാലിദ്വീപുമെല്ലാം ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണല്ലോ. അവിടുത്തെ സമ്പദ്വ്യവസ്ഥ തന്നെ ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. തീർച്ചയായും. രണ്ടാമത്തേത് മത്സ്യബന്ധനമാണ്. ലോകമെമ്പാടുമുള്ള 100 കോടിയിലധികം ആളുകളുടെ പ്രധാന പ്രോട്ടീൻ ഉറവിടം പവിഴപ്പുറ്റുകളെ ആശ്രയിച്ചുള്ള മത്സ്യങ്ങളാണ്. ശരിയാണ്. ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം കൂടിയാണിത്. മൂന്നാമതായി, ഒരുപക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഔഷധങ്ങൾ. ഔഷധങ്ങളോ? അതെ, ക്യാൻസർ, സന്ധിവാതം, പലതരം ബാക്ടീരിയൽ അണുബാധകൾ എന്നിവയ്ക്കുള്ള പുതിയ മരുന്നുകൾ വികസിപ്പിക്കുന്നതിന് പവിഴപ്പുറ്റുകളിലെ ജീവികളിൽ നിന്ന് ലഭിക്കുന്ന സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലിനടിയിലെ ഒരു ഫാർമസിയാണ് യഥാർത്ഥത്തിൽ പവിഴപ്പുറ്റുകൾ. അപ്പോൾ നമ്മൾ കണ്ട ഈ തികഞ്ഞ, സ്വയം നിലനിൽക്കുന്ന, സാമ്പത്തികമായി പ്രാധാന്യമുള്ള, നമ്മളെ സംരക്ഷിക്കുന്ന നഗരങ്ങൾ, ഇത് കേൾക്കുമ്പോഴെല്ലാം വളരെ ഭംഗിയായി പോകുന്നു എന്ന് തോന്നും. പക്ഷെ സാധാരണ അങ്ങനെയല്ലല്ലോ സംഭവിക്കാറ്. അതെ, അതാണ് ദുഃഖകരം. ഈ അവതരണത്തിലെ അവസാന ഭാഗം പറയുന്നത് ഈ നഗരങ്ങൾ ഇന്ന് വലിയ അപകടത്തിലാണെന്നാണ്. അതെ, വളരെ ഗുരുതരമായ ഭീഷണികളാണ് അവ നേരിടുന്നത്. പ്രധാനമായും 3 ഈ രേഖയിൽ എടുത്തു പറയുന്നത്. ഒന്നാമത്തേതും ഏറ്റവും വലുതും കാലാവസ്ഥ വ്യതിയാനമാണ്. അതെങ്ങനെയാണ് ബാധിക്കുന്നത്? കടലിലെ താപനില വർദ്ധിക്കുമ്പോൾ പവിഴങ്ങൾ ഒരുതരം സമ്മർദ്ദത്തിലാകുന്നു. അപ്പോൾ അവയുടെ ശരീരത്തിൽ സഹജീവികളായി വസിക്കുന്ന സൂസാന്തല്ലെ എന്ന ആൽഗകളെ അവ പുറന്തള്ളുന്നു. ഈ ആൽഗകളാണ് പവിഴങ്ങൾക്ക് നിറവും ഭക്ഷണത്തിന്റെ വലിയൊരു പങ്കും നൽകുന്നത്. അതായത് ആ നഗരത്തിലെ കൃഷിയിടങ്ങളും ഊർജ്ജനിലയങ്ങളും ഒന്നടങ്കം പണിമുടക്കുന്നതുപോലെ. കൃത്യമായ ഉപമ. അവ നഷ്ടപ്പെടുമ്പോൾ പവിഴങ്ങൾ വെളുത്ത അസ്ഥികൂടം മാത്രമായി മാറുന്നു. ഇതിനാണ് കോറൽ ബ്ലീച്ചിംഗ് എന്ന് പറയുന്നത്. കോറൽ ബ്ലീച്ചിംഗ്. ഇത് കുറച്ചുകാലം കൂടി തുടർന്നാൽ പവിഴങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകും. അതോടെ ആ നഗരം ഒരു പ്രേതനഗരമായി മാറും. രണ്ടാമത്തെ ഭീഷണി അസിഡിഫിക്കേഷൻ അഥവാ അമ്ലവൽക്കരണമാണ്. ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് കടൽജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ അമ്ലത്വം കൂടുന്നു. ഇത് പവിഴങ്ങൾക്ക് അവയുടെ കാൽസ്യം കാർബണേറ്റ് അസ്ഥികൂടങ്ങൾ നിർമ്മിക്കുന്നത് വളരെ പ്രയാസകരമാക്കുന്നു. അതായത് അവയുടെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നതുപോലെ. അതെ, ഒരു തരത്തിൽ പറഞ്ഞാൽ കടലിന്റെ ഓസ്റ്റിയോപൊറോസിസ് പോലെയാണിത്. ആ നഗരത്തിന്റെ അടിസ്ഥാന ശിലകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു. പുതിയ നിർമ്മാണങ്ങൾ നടക്കാതാവുന്നു, ഉള്ളതിന് ബലം കുറയുന്നു. മൂന്നാമത്തേത് ഒരു സ്ഥിരം വില്ലനാണ്, മലിനീകരണം. അതെ, കരയിൽ നിന്നൊഴുകിയെത്തുന്ന പ്ലാസ്റ്റിക്കും രാസവളങ്ങളും മറ്റു മാലിന്യങ്ങളും പവിഴപ്പുറ്റുകളെ ശ്വാസം മുട്ടിക്കുന്നു. പ്ലാസ്റ്റിക് അവയുടെ മുകളിൽ അടിഞ്ഞുകൂടി സൂര്യപ്രകാശം തടയും. രാസവസ്തുക്കൾ വെള്ളത്തിന്റെ ഗുണമേന്മ നശിപ്പിച്ച് രോഗങ്ങൾക്ക് കാരണമാക്കും. ഒരു നഗരത്തിലേക്ക് നിരന്തരം വിഷപ്പുകയും മാലിന്യവും തള്ളുന്നതുപോലെ. അതെ. അപ്പോൾ ഈ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. പവിഴപ്പുറ്റുകൾ വെറും ഭംഗിയുള്ള കടൽക്കാഴ്ചകളോ കടലിനടിയിലെ കല്ലുകളോ അല്ല. അവ ജീവൻ തുടിക്കുന്ന, സങ്കീർണമായ കടലിനടിയിലെ നഗരങ്ങളാണ്. തീർച്ചയായും. ലക്ഷക്കണക്കിന് ജീവികളുടെ നഴ്സറിയായും
നമ്മുടെ തീരങ്ങളുടെ സംരക്ഷകരായും വലിയൊരു സാമ്പത്തിക ശക്തിയായും അവ പ്രവർത്തിക്കുന്നു. ഈ അവതാരത്തിലെ അവസാന വാചകം നമ്മുടെയെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കേണ്ട ഒന്നാണ്. പവിഴപ്പുറ്റുകളില്ലാത്ത ഒരു ലോകം നിറങ്ങളും ജീവനും സംരക്ഷണവുമില്ലാത്ത ഒന്നായിരിക്കും. ശരിയാണ്. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവയുടെ നാശമെന്നത് കടലിന്റെ മാത്രമല്ല, നമ്മുടെ കൂടി നാശത്തിന്റെ തുടക്കമാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഓരോ വർഷവും ഉയരുന്ന സമുദ്രനിരപ്പിനെതിരെ നമ്മുടെ തീരദേശ നഗരങ്ങളെ സംരക്ഷിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മൾ കോൺക്രീറ്റ് ഭിത്തികൾ കെട്ടുകയാണ്. അതേസമയം ആയിരക്കണക്കിന് വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള, സ്വയം കേടുപാടുകൾ തീർക്കാൻ കഴിവുള്ള തിരമാലകളുടെ 97% ശക്തിയും ഇല്ലാതാക്കുന്ന പ്രകൃതിയുടെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളെ നമ്മൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തീരങ്ങളെ സംരക്ഷിക്കാൻ പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുന്നതാണോ നല്ലത്, അതോ സഹസ്രാബ്ദങ്ങളായി ഈ ജോലി ചെയ്യുന്ന ഏറ്റവും മികച്ച എഞ്ചിനീയർമാരായ പവിഴപ്പുറ്റുകളെ സംരക്ഷിച്ച് അവയോടൊപ്പം പ്രവർത്തിക്കുന്നതാണോ? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.